നാൽപ്പതുകാരിയുടെ പ്രണയം ഭാഗം 80. ആമി ജയ്യെ കാണാൻ സൂപ്പർ മാർക്കറ്റിലെത്തുന്നു. ആമിയെ കണ്ടയുടൻ അഖിൽ ചോദിച്ചു, എന്താ മാഡം, എന്താ വേണ്ടത്? "ആം, ഇവിടെ ജയ് എന്ന് പറഞ്ഞൊരു സ്റ്റാഫ് ഉണ്ടായിരുന്നില്ലേ, അവനെ ഒന്ന് കാണണം." "ആ, ജയ് ജയ് ഇപ്പോൾ ജയ് എവിടെ പോയി? ആ, ജയ് ഇപ്പോൾ ഡെലിവറിക്ക് പോയിരിക്കുകയാണ് മാം." "ആം, ആണോ? മാമിന് എന്തെങ്കിലും വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ എടുത്തുതരാം." ഇല്ലില്ല, എനിക്ക് വേറൊന്നും വേണ്ട. എനിക്ക് ജയ് ഒന്ന് കാണണം, അത്രയേ ഉള്ളൂ." "ആ, ഓക്കെ മാഡം. ഞാൻ വിളിക്കണോ ജയ്യെ?" "അത് വേണ്ട. എപ്പോൾ വരും എന്നറിയാൻ പറ്റുമോ?" "എപ്പോൾ വരുമെന്ന് ചോദിച്ചാൽ അവനിപ്പോൾ എവിടെയാണ് ഡെലിവറിക്ക് പോയെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് എനിക്കറിയാൻ പറ്റില്ല." "ആ, എന്നാൽ ശരി, കുഴപ്പമില്ല. ഞാൻ വീണ്ടും വന്ന് കണ്ടോളാം." "ആ, ഓക്കെ. അല്ല, ജയ് വന്നാൽ ആര് വന്നെന്ന് പറയണം?" "പ്രത്യേകിച്ചൊന്നും പറയണ്ട, ഞാൻ വന്ന് കണ്ടോളാം." ഇതും പറഞ്ഞ് ആമി അവിടെ നിന്നിറങ്ങി. ആരാ ഇവര്? ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. ജയുടെ ബന്ധുവൊന്നുമല്ല, പിന്നെ ആരായിരിക്കും? ആ, ഇതും ആലോചിച്ച് അഖിൽ തൻ്റെ ജോലിയിൽ മുഴുങ്ങി. അപ്പോഴേക്കും ഡെലിവറി കഴിഞ്ഞ് ജയ് തിരിച്ചെത്തി. "ആ, നീ ഇത്ര പെട്ടെന്ന് വന്നോ?" ജയ്യെ കണ്ടയുടൻ അഖിൽ ചോദിച്ചു. "അതെന്താടാ അങ്ങനെ ഒരു ചോദ്യം? ഞാൻ വരണ്ടായിരുന്നോ?" "ആ, എടാ അങ്ങനെയല്ല, നിന്നെ കണ്ട ഇപ്പോൾ ഒരു സ്ത്രീ വന്നു. അവർ പോയിട്ട് ഒരുപാട് നേരമായില്ല, അതുകൊണ്ട് ചോദിച്ചതാ." "സ്ത്രീയോ?" "ആ, ഒരു സ്ത്രീ. ഒരു 40-50 വയസ്സ് പ്രായം കാണും. എന്തായാലും അതിൽ കൂടാൻ ചാൻസ് ഇല്ല, കുറയാനും ചാൻസ് ഇല്ല. ആ ഒരു ലെവലിൽ പ്രായം ഉണ്ടാവും, അത് ഉറപ്പാണ്." "ഓ, അതാരാ?" "ആ, എനിക്കറിയില്ല. ഇതിനു മുമ്പ് എന്തായാലും കണ്ടിട്ടില്ല. പിന്നെ നിന്റെ ബന്ധുവല്ല എന്ന കാര്യം ഉറപ്പാണ്." "അതൊന്നും നിനക്ക് അത്ര ഉറപ്പ്?" "അവരെ കാണാൻ നല്ല പണക്കാരി ലുക്ക് ഉണ്ടായിരുന്നു. പുറത്തിട്ടിരിക്കുന്ന വണ്ടി ഞാൻ ശ്രദ്ധിച്ചായിരുന്നു." "ഓ, ആരായിരിക്കും?" "ആ, അതെനിക്കറിയില്ല." "എന്താ പറഞ്ഞേ?" "നിന്നെ കാണണമെന്ന് പറഞ്ഞു. നീ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞപ്പോൾ പിന്നെ വരാമെന്ന് പറഞ്ഞിട്ട് പോയി." "ഓ, ഇതുവരെ നിന്നെ കാണാൻ പെമ്പിള്ളേരായിരുന്നു വരുന്നത്, ഇപ്പം ദേ സ്ത്രീകളും തുടങ്ങി. എന്താടാ ചെയ്യുക, നിൻ്റെ ഒരു അവസ്ഥ. ദേ അഖിലേ." അഖിൽ ചിരിച്ചു. "ഞാൻ ചുമ്മാ തമാശ പറഞ്ഞതാടാ. ആ, എന്നാ ഞാൻ എൻ്റെ പണി നോക്കട്ടെ." ഇതും പറഞ്ഞ് അഖിൽ അകത്തേക്ക് കയറിപ്പോയി. എന്നാലും ആരായിരിക്കും? 40-50 വയസ്സ് പ്രായം, പണക്കാരി ലുക്കോ, അതാരാ? ജയ് ചിന്തിച്ചിരുന്നു. പെട്ടെന്ന് തന്നെ അവന് മീനുവിനെ ഓർമ്മ വന്നു. ഒട്ടും ആലോചിക്കാതെ അവൻ മീനുവിനെ വിളിച്ചു. "ഹലോ." ജയ്യുടെ കോൾ. മീനുവിന് സന്തോഷം സഹിക്കാൻ പറ്റിയില്ല. അതേ സന്തോഷത്തോടെ അവൾ ഫോൺ എടുത്തു. "ഹലോ, മീനു എന്നെ കാണാൻ വേണ്ടി വന്നിരുന്നോ ഇവിടെ?" അവൻ ആദ്യം അത് തന്നെ ചോദിച്ചു. "ഞാനോ? ആ, അല്ല, ഞാൻ ഡെലിവറിക്ക് പോയിരിക്കുകയായിരുന്നു. അപ്പോൾ വന്നപ്പോൾ അഖിൽ പറഞ്ഞു എന്നെ കാണാൻ വേണ്ടിയിട്ട് ഒരു 40-50 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടി, അല്ല ഒരു സ്ത്രീ വന്നിരുന്നെന്ന് പറഞ്ഞു. അതാ ഞാൻ ചോദിച്ചത്, എന്നെ കാണാൻ വന്നിരുന്നോ?" ജയ്യുടെ ആ ചോദ്യം മീനുവിന് തീരെ ഇഷ്ടപ്പെട്ടില്ല. "എനിക്ക് അത്ര വലിയ പ്രായമൊന്നുമില്ല." അതായിരുന്നു അവളുടെ ആ മറുപടി. "അല്ല, അത് എനിക്ക് അത്രയും പ്രായമുണ്ടോ? 50 വയസ്സ് പ്രായമുണ്ടോ എന്നെ കാണാൻ?" "അല്ല, ഞാൻ ഉദ്ദേശിച്ചത് അവൻ പിന്നെ 40-50 വയസ്സ് പ്രായം എന്ന് പറയുമ്പോൾ നിനക്ക് എന്നെ ഓർമ്മ വന്നേ? നീ എന്താ എന്നോട് വിളിച്ച് ചോദിക്കുന്നേ?" "അല്ലോ അല്ലോ, ഞാൻ പറയട്ടെ. എനിക്ക് ആ ഒരു പ്രായത്തിൽ അറിയുന്ന ഒരാൾ താനാണ്, അതുകൊണ്ട് ചോദിച്ചതാ. അല്ലാതെ." "എന്ത്? എനിക്ക് വെറും 40 വയസ്സേ പ്രായമുള്ളൂ.
പലരും ഇപ്പോഴും പറയാറുണ്ട് എൻ്റെ അടുത്ത്, നിനക്ക് അത്രയും പ്രായം കാണുന്നില്ല എന്ന്. പിന്നെ നീ എന്താ 40-50 വയസ്സ് പ്രായമുള്ള പെണ്ണെന്ന് പറയുമ്പോൾ എന്നെ ഓർക്കുന്നേ? അം, ഹലോ മീനു, അങ്ങനെയല്ല. മീനുവിൻ്റെ ആ ദേഷ്യം ജയുടെ ഉള്ളിൽ എവിടെയോ ഒരു ചിരി വന്നു. ഹലോ, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ആ പ്രായത്തിൽ, അതായത് ഒന്നാമത് അവൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു, കാണാൻ ഒരു പണക്കാരിയാണെന്ന്. അപ്പോൾ രണ്ടും കൂടി കൂട്ടി വായിച്ചപ്പോൾ ഞാൻ തന്നെ ഓർത്തു. കാരണം എനിക്ക് ആ പ്രായത്തിൽ വേറെ ആളെ പരിചയമില്ല, അത്രേ ഉള്ളൂ. നീ പറഞ്ഞു വരുന്നത് എനിക്ക് അത്രയും പ്രായം തോന്നിയെന്നല്ലേ? അ- ഹലോ, അങ്ങനല്ല. പിന്നെ എനിക്ക് അത്രയും പ്രായമുണ്ടോ പറ. എനിക്ക് 40 വയസ്സ് പ്രായമുണ്ട്, സമ്മതിക്കുന്നു. പക്ഷെ 50 വയസ്സെന്നൊക്കെ പറയുമ്പോൾ എന്നോട് ഇന്ന് വരെ എല്ലാവരും പറയാറുണ്ട് നിനക്ക് അത്രയും പ്രായം തോന്നുന്നില്ല, ഇപ്പോഴും ചെറിയ പ്രായം തോന്നുന്നുള്ളൂ എന്നൊക്കെ. പിന്നെന്താ നീ അങ്ങനെ പറയുന്നത്? അയ്യോ, മീനുവിൻ്റെ ദേഷ്യവും ആ ചോദ്യവും ആ സംസാരവും ജയ്ക്ക് എന്തോ ഒരു ചിരി പടർന്നു. സോറി, തെറ്റിദ്ധരിക്കല്ലേ, ഞാൻ പെട്ടെന്ന് ഓർത്തു എന്ന് മാത്രം, ഞാൻ കൂടുതലൊന്നും ചിന്തിച്ചില്ല, സോറി. എൻ്റെ മൂഡ് പോയി, നല്ലൊരു സന്തോഷത്തിലായിരുന്നു. ഇത് ചോദിക്കാൻ വേണ്ടി വിളിക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ആ, അയ്യോ മീനു, ഐ എം സോറി, ഞാൻ സോറി പറഞ്ഞില്ലേ. എൻ്റെ മൂഡ് കളഞ്ഞിട്ടാണ് സോറി പറയുന്നത്. ഓക്കെ, സോറി. മീനു ദേഷ്യത്തിൽ തന്നെ ഫോൺ വെച്ചു. ഫോൺ വെച്ച ഉടൻ ജയുടെ മനസ്സിൽ വല്ലാത്തൊരു ചിരിയായിരുന്നു. അവൻ ശരിക്കുമൊന്ന് ചിരിച്ചു. നീ എന്താടാ തനിച്ച് ചിരിക്കുന്നേ? ജയ്യെ കണ്ടയുടൻ അഖിൽ ചോദിച്ചു. ഏയ്, ഒന്നുമില്ല എന്നും മറുപടി പറഞ്ഞ് അവൻ തൻ്റെ ജോലിയിലേക്ക് മുഴങ്ങി. ഈ സമയം മീനു അല്പമൊന്നടങ്ങി. പിന്നീട് ജയ് പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ഒന്നാലോചിച്ചു. 40-50 വയസ്സ് പ്രായമുള്ള ഒരു പണക്കാരി പെണ്ണ് ജയ്യെ കാണാൻ ചെന്നു. ആരായിരിക്കും അത് എന്നായി പിന്നീട് മീനുവിൻ്റെ ചിന്ത. പെട്ടെന്ന് തന്നെ അവൾക്ക് ആ ഉത്തരം കിട്ടി. ആമി. ആമിയോ? ഇവളെന്ത് ഭാവിച്ച? ഒട്ടും ആലോചിക്കാതെ ആമിയെ മീനു വിളിച്ചു. ഹലോ. എടി, നീ ഇതെന്ത് ഭാവിച്ച? ഹലോ പറയുന്നതിന് മുമ്പ് മീനുവിൻ്റെ ചോദ്യമെത്തി. എന്താടി, നീ എന്തിനാ ജിയെ കാണാൻ വേണ്ടിയിട്ട് അവിടെ ചെന്നത്? ഓ, ഇത്ര പെട്ടെന്ന് നിനക്ക് ന്യൂസ് കിട്ടിയോ? കൊള്ളാലോ, നിങ്ങൾ തമ്മിൽ അത്രയും അടുപ്പമുണ്ടോ? പുച്ഛഭാവത്തോടു കൂടി ആമി മീനുവിനോട് ചോദിച്ചു. എൻ്റെ ആമി, നിന്നെ എന്താ പ്രശ്നം? നീ എന്തിനാ അവൻ അന്വേഷിച്ചു പോകുന്നത്? എന്താ, നിനക്ക് പേടിയായോ? എന്ത് പേടി? അല്ല, ഞാൻ പുറകെ ചെന്ന വീഴുന്ന ടൈപ്പാണ് എന്നൊരു പേടിയുണ്ടോ നിനക്ക്? എൻ്റെ ആമി, ഇത് തമാശ പറയല്ലേ ആമി. തമാശയല്ല, ഞാൻ സത്യം പറഞ്ഞേ. എന്നെപ്പോലൊരു പെണ്ണ് വിചാരിച്ച വളയുന്നവനാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യണ്ടേ? ആമി, നീ ഇതെന്ത് ഭാവിച്ച? നിന്റെ ഉദ്ദേശം എന്താ? എനിക്കൊന്ന് അറിയണം അവനെ, നല്ല വെടിപ്പായിട്ട്, അത്രേ ഉള്ളൂ, വേറെ ഉദ്ദേശമൊന്നുമില്ല. ആമി, ഞാൻ വളച്ച അവൻ വളയുമെങ്കിൽ നീ പിന്നെ ഒരുപാട് സ്വപ്നം അവനെ കാണണ്ടല്ലോ. ആമി, നീ എന്തിനാ ഇത്രയും ടെൻഷൻ ആവുന്നേ? ഞാൻ വളച്ച അവൻ വളയെന്നുള്ള പേടിയാ? ആമി, നീ എന്തൊക്കെയാ ഈ പറയുന്നേ? എടി, ലോകത്തിലുള്ള എല്ലാ ആമ്പിള്ളേരും കണക്കാടി, അത് നീ ആദ്യം മനസ്സിലാക്കുക. ദേ ആമി, നിന്റെ പുരുഷവിരോധം എൻ്റെ നെഞ്ചത്തിട്ട് കൊണ്ടുവരരുത്, പറഞ്ഞില്ലെന്ന് വേണ്ട. ദേഷ്യം കൊണ്ട് മീനു പറഞ്ഞു. എൻ്റെ പുരുഷവിരോധം നിന്റെ കാര്യത്തിൽ ഞാൻ എപ്പോഴെങ്കിലും കാട്ടിയിട്ടുണ്ടോ? നിന്റെ ആദ്യ പ്രണയത്തിന് സപ്പോർട്ട് ചെയ്തതാരാ? ഞാനല്ലേ. നിന്നോട് രണ്ടാമത് വിവാഹം കഴിക്കാൻ പറഞ്ഞതാരാ? ഞാനല്ലേ.
അങ്ങനെയുള്ള ഞാൻ ഈ ഒരു കാര്യത്തെ എതിർക്കുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ കാരണം? എടി, നീ കാര്യം മനസ്സിലാക്ക്. നീ വെറുതെ എന്നെ തെറ്റിദ്ധരിക്കാൻ നിൽക്കല്ലേ. പിന്നെ നീ എന്തിനാ അജയുടെ പുറകെ പോകുന്നേ? ഹാ, ഒരു പെണ്ണ് പുറകെ പോയാൽ വീഴുന്നവനാണോന്ന് അറിയണ്ടേ? ആമി, അത് നിനക്കറിയണ്ട? ആമി, അത് നിനക്കറിയണോ വേണ്ടയോ? അതാദ്യം പറ. അല്ല ആമി, അത് ഞാൻ ചോദിച്ചതിന് മാത്രം നീ മറുപടി പറ. ഒരു പെണ്ണ് പുറകെ ചെന്ന വീഴുന്നവനാണോ നിന്റെ ഭർത്താവെന്ന് നിനക്കറിയണ്ടേ? നീ എന്താ മീനു മറുപടിയൊന്നും പറയാതെ? ഒരു പെണ്ണ് പുറകെ ചെന്ന വീഴുന്നവനാണ് നിന്റെ ഭർത്താവെന്ന് നിനക്കറിയാൻ താല്പര്യമില്ല? വളയ്ക്കണമെന്ന് ഉദ്ദേശിച്ച് ഏതെങ്കിലും ഒരു പെണ്ണ് ശ്രമിച്ചാൽ നടക്കാതൊന്നും ഇരിക്കില്ലല്ലോ. അവൾ അങ്ങനെയൊരു മറുപടി പറഞ്ഞു. ഓഹോ, അപ്പോ നിനക്ക് തന്നെ വിശ്വാസമില്ല അല്ലേ? അല്ല അമ്മി, അത് ഇത്രയേ ഉള്ളൂ, മനസ്സിലായോ? എടി, ഞാൻ വിചാരിച്ച അവൻ വളഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലോകത്ത് ഏത് പെണ്ണ് വിചാരിച്ചാലും അവൻ വളയും. അതിനർത്ഥം നീ അവനോട് കാണിക്കുന്ന ആത്മാർത്ഥ സ്നേഹമൊന്നും നിനക്ക് തിരിച്ചു കിട്ടില്ല എന്നാണ്. മനസ്സിലായോ? അവൻ നിന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഭാര്യയാണ് എനിക്ക് ജീവൻ എന്നും പറഞ്ഞ് ഏത് പെണ്ണ് വളയ്ക്കാൻ പോയാലും അവൻ അങ്ങ് നിൽക്കും. അങ്ങനെ അവൻ നിന്നില്ലെങ്കിൽ അങ്ങനെ ഒരുത്തന് വേണ്ടി നീ നിൻ്റെ ജീവിതം കളയേണ്ട ആവശ്യമുണ്ടോ? ആമി, ഇപ്പം നീ എന്ത് ചെയ്യാനാ പ്ലാൻ? എനിക്ക് നീ പറയുന്ന കേട്ട് തന്നെ പേടിയാവുന്നു ആമി. നീ എന്തിനാ പേടിക്കുന്നേ? എനിക്ക് അവനെക്കുറിച്ച് വ്യക്തമായി അറിയണം, അത്രേ ഉള്ളൂ എനിക്ക്, വേറെ ഒന്നുമില്ല. ഞാൻ അവനെ ശരിക്കും വളയ്ക്കാൻ നോക്കും. ആമി, ആ, ഒരു പെണ്ണിൻ്റെ മുന്നിൽ എങ്ങനെയാണ് അവൻ സംസാരിക്കുന്നതെന്ന് അറിയണ്ടേ? ഏതായാലും നമുക്ക് നോക്കാം എവിടം വരെ പോകുമെന്ന്. ആമി പ്ലീസ് ആമി, നീ മറക്കരുത്, അവൻ എൻ്റെ ഭർത്താവാണ്. അതെ, അവൻ നിൻ്റെ ഭർത്താവായത് കൊണ്ടാണല്ലോ ഞാനിങ്ങനൊരു കാര്യം ചെയ്യാമെന്ന് വിചാരിച്ചത്. നിനക്കവനെ വിശ്വാസമുണ്ട്, നിന്റെ വിശ്വാസം ശരിയാണോന്നറിയണ്ടേ? നീ നീ ഇപ്പം എന്ത് ചെയ്യാനാ? നീ വിശ്വസിക്കുന്നില്ലേ അവൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന്? വിശ്വസിക്കുന്നുണ്ട്. ആ, പിന്നെ നീ എന്തിനാ പേടിക്കുന്നേ? നിന്നെ സ്നേഹിക്കുന്നവൻ വേറൊരു പെണ്ണിനെ തേടിപ്പോവോ? എന്തേ മറുപടിയില്ലേ? ആമി ചോദിച്ചു. അത് അത് പറ, നിന്നെ സ്നേഹിക്കുന്നവൻ വേറൊരു പെണ്ണിനെ തേടിപ്പോവുമോ? നിനക്ക് തന്നെ ഉറപ്പില്ല അല്ലേ? കാരണം എന്താന്ന് ഞാൻ പറയട്ടെ. നിനക്കവനെക്കുറിച്ച് ഒന്നും അറിയില്ല. പേരിനൊരുത്തനെ പിടിച്ച് ഭർത്താവാക്കിയതുപോലെ അല്ല ജീവിതകാലം മുഴുവൻ അവനെ സഹിക്കാമെന്ന് തീരുമാനിക്കുന്നത്. അത് പെട്ടെന്നൊരു നിമിഷം തോന്നിയ പ്രണയത്തിൻ്റെ മേലെടുക്കേണ്ട തീരുമാനമാവരുത്. അതാലോചിച്ച് മാത്രം എടുക്കണം. മനസ്സിലായോ നിനക്ക്? ആമയുടെ ഉപദേശത്തിന് മുന്നിൽ മീനു മൗനം പാലിച്ചു. നീ എന്തായാലും ക്ഷമയോടെ കാത്തിരിക്കുക. നിന്റെ ഭർത്താവ് ഇങ്ങനെയുള്ള സ്വഭാവക്കാരനാണെന്ന് ഞാൻ നിനക്ക് സർട്ടിഫിക്കറ്റ് തരാം. അത് കഴിഞ്ഞ് നിനക്ക് തീരുമാനിക്കാം അവനെ സ്നേഹിക്കണോ വേണ്ടയോ, അവനെ ജീവിതത്തിൽ കൂടെ കൂട്ടണോ എന്നൊക്കെ. അല്ലാതെ വെറുതെ ദിവാസ്വപ്നം കണ്ട് നടക്കണ്ട. മനസ്സിലായോ? ആമി, ഹ, നീ എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നേ? നിന്റെ പേടി കാണുമ്പോഴാ എനിക്ക് ചിരി വരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അവനോട് ഒരു ദേഷ്യമില്ല.
പക്ഷേ നിന്റെ ജീവിതം കളയാൻ ഞാൻ സമ്മതിക്കില്ല. കാരണം നീ എൻ്റെ കൂട്ടുകാരിയാ. സ്വന്തം കൂട്ടുകാരിയുടെ ജീവിതം നമ്മളങ്ങ് വിട്ടുകൊടുക്കാൻ പറ്റുമോ? ആമേ, എനിക്ക് നിന്റെ കാര്യത്തിൽ ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. അതെനിക്ക് നിറവേറ്റിയല്ലേ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ ഇങ്ങനെ പലതും ചെയ്യേണ്ടി വരും. ആമീൻ, ഇത് നിനക്ക് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? എന്തൊക്കെ പറഞ്ഞാലും അവൻ എൻ്റെ ഭർത്താവല്ലേ. അതുകൊണ്ടാണല്ലോ ഞാൻ ഈ കാര്യത്തിന് തീരുമാനമെടുത്തത്. എടീ, എന്തൊക്കെയായാലും ഒരുത്തനെ വളയ്ക്കണം എന്നൊക്കെ വിചാരിച്ച് ഒരു പെണ്ണ് ശ്രമിച്ചാൽ വീഴാത്ത ആൺപിള്ളേരുണ്ടാവും ഈ ലോകത്ത്. എന്തോ കേട്ടില്ല. ആമീൻ, ഞങ്ങൾ തമ്മിൽ ഒരുപാട് വർഷത്തെ പരിചയമൊന്നുമില്ലല്ലോ. അതിനിടയ്ക്ക് നീ ഇങ്ങനെയൊക്കെ. ഓ, അപ്പം നിനക്ക് അവൻ വീഴുമെന്ന് പേടിയുണ്ട് അല്ലേ? ആമീൻ, അവൾ ഒന്നും മിണ്ടിയില്ല. അപ്പം നിനക്കറിയാം അവനെ നിനക്ക് വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന്, അല്ലേ? സാരമില്ല, നമുക്ക് നോക്കാം. നിൻ്റെ ഈ മൗനവും നീ ഇപ്പം പറഞ്ഞ മറുപടിയിൽ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. നിനക്ക് അവനോടൊരു താല്പര്യം തോന്നിയിട്ടുണ്ട് എന്നതിനപ്പുറത്തേക്ക് അവനെ വിശ്വസിക്കാൻ പാകത്തിൽ നിൻ്റെ മനസ്സെത്തിയിട്ടില്ല, അല്ലേ? പിന്നെ പ്രണയം മുട്ടിയിട്ട് തുടങ്ങുന്നല്ലേ ഉള്ളൂ. വിശ്വാസത്തിൻ്റെ ഘട്ടമൊക്കെ വരുന്നതല്ലേ ഉള്ളൂ. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം. എന്തായാലും നിൻ്റെ മുട്ടിട്ട് തുടങ്ങുന്ന പ്രണയം ഞാൻ മുളയിലേ നിന്നുള്ളൂ എന്നാണ് തോന്നുന്നത്. ആമേ, വിശ്വസിക്കാൻ കൊള്ളാത്തൊരുത്തനെ നിൻ്റെ ഭർത്താവായിട്ട് ഞാൻ വാഴിക്കില്ല മോളെ. അതിന് ഞാൻ ജീവനോടെ ഉണ്ടെങ്കിൽ അനുവദിക്കില്ല. മനസ്സിലായോ നിനക്ക്? മീനു ഒന്നും മിണ്ടിയില്ല. നീ ഇനി സൂചനയൊന്നും കൊടുത്തേക്കരുത്. ഇങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, അതുകൊണ്ട് തന്നെ അവൾ വളയ്ക്കാൻ നോക്കും എന്നൊക്കെ സൂചന മറ്റോ കൊടുത്താലുണ്ടല്ലോ, നീ ഒരു മുൻകരുതലെന്ന് വെച്ച് അവനോട് പറഞ്ഞേക്കാമെന്നൊക്കെ തോന്നും. അങ്ങനെ വല്ലതും നീ പറഞ്ഞ ഞാൻ ഉപയോഗിക്കുന്ന തന്ത്രം അതിനേക്കാളും മുകളിലായിരിക്കും. മനസ്സിലായോ നിനക്ക്? ആമേ, അതുകൊണ്ട് എന്നെക്കൊണ്ട് കടും കൈയൊന്നും ചെയ്യിപ്പിക്കരുത്. ഞാനിപ്പം പറഞ്ഞ കാര്യങ്ങൾ അവനോട് പറയരുത്. മനസ്സിലായോ? പറയില്ലെന്ന് എനിക്ക് സത്യം ചെയ്താ. ആമേ, പറയില്ലെന്ന് നീ നിൻ്റെ അച്ഛനെ തൊട്ട് എനിക്ക് സത്യം ചെയ്തു തരണം. ആമേ, ഞാനിപ്പം പറഞ്ഞ കാര്യങ്ങൾ പറയില്ലെന്ന് സത്യം ചെയ്ത് താ. നീ നിൻ്റെ അച്ഛനെ തൊട്ട് ചെയ്ത സത്യം നീ എന്തായാലും പാലിക്കും. നീ അത് പറയില്ല. പറയ്, സത്യം ചെയ്ത് പറയ്. ഞാനിപ്പം നിന്നോട് പറഞ്ഞ കാര്യങ്ങൾ അവനോട് പറയില്ലെന്ന്. ആമേ, ഒരു പെണ്ണ് വിചാരിച്ചാൽ ഏത് കുടുംബവും തകരും. അതെനിക്കറിയാം. ഒരു പെണ്ണ് തുനിഞ്ഞിറങ്ങിയ തകരാത്ത കുടുംബവും ഒന്നും ഈ ലോകത്തില്ല. ഒരാണിനെ വളയ്ക്കണമെന്ന് തീരുമാനിച്ച് ഒരു പെണ്ണ് പുറകെ നടന്നാൽ അവൻ വളയും. അതെനിക്ക് ഉറപ്പാണ്. അതവൻ എത്ര നല്ലവനാണെങ്കിലും നീ ഒരുക്കുന്ന കെണിയിൽ അവൻ പെട്ടുപോകും. പ്ലീസ് ആമി, ഇതൊന്നും വേണ്ട അമ്മി. അപ്പം നീ സത്യം ചെയ്ത് തരൂല അല്ലേ? ആമി, നീ ഇതിപ്പോൾ തന്നെ വിളിച്ചവനോട് പറയും സൂക്ഷിക്കാൻ, അല്ലേ? ആമി, അങ്ങനെയല്ല. നീ സത്യം ചെയ്ത് തരുമോ ഇല്ലയോ? ആമി, നീ സത്യം ചെയ്ത് തന്നില്ലെങ്കിൽ നീയും അവനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ സത്യാവസ്ഥ നിൻ്റെയും അവൻ്റെയും കുടുംബത്തിൽ അറിയും.
അത് ഞാൻ അറിയിക്കട്ടെ? ആമി ആമി അങ്ങനെയൊന്നും ചെയ്യല്ലേ ആമി. ആ എന്നാ പിന്നെ സത്യം ചെയ്താ. ഞാൻ അവനോട് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരു സൂചന പോലും നീ അവന് കൊടുക്കില്ല എന്ന്. നിന്റെ അച്ഛനെ തൊട്ട് നീ സത്യം ചെയ്തു തരണം. ശരി, ഞാൻ എൻ്റെ അച്ഛനെ തൊട്ട് സത്യം ചെയ്യുന്നു. നീ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ അവിടെ പറയില്ല, ഒരു സൂചന പോലും കൊടുക്കില്ല. വെരി ഗുഡ്, അങ്ങനെ തന്നെ വേണം. ഇനി കൊടുത്തെന്ന് ഞാൻ അറിഞ്ഞാൽ പിന്നെ നീ അവനെ കാണുന്നത് വല്ല ഹോട്ടൽ മുറിയിൽ ഏതെങ്കിലും ഒരു പെണ്ണിൻ്റെ കൂടെ ആയിരിക്കും. മനസ്സിലായോ നിനക്ക്? ആമി ആ അത്രയ്ക്ക് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റുമെന്ന് നിനക്കറിയാലോ. അതുകൊണ്ട് പൊന്നുമോള് അതിബുദ്ധിയൊന്നും കാണിക്കരുത്. ആമി പ്ലീസ് ആമി, എനിക്കതിന് പേടിയാ. നീ പറഞ്ഞ പോലെ ചെയ്യും, അതെനിക്കറിയാം. ആ പേടി വേണം, അതാണല്ലോ ഞാൻ നിന്നോട് പറയുന്നത്. എന്നാൽ ശരി, നീ ഫോൺ വെച്ചോ. ഞാനും നീയും അവനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല. ഓക്കെ, അത്രേ ഉള്ളൂ. അങ്ങനെ ആയാൽ മാത്രം നിനക്ക് ഞാൻ എത്രയും പെട്ടെന്ന് അവനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ സർട്ടിഫിക്കറ്റ് തരും. ഓക്കെ? അതല്ല, ഇടയ്ക്ക് നീ കളിച്ച നിനക്കതിനുള്ള മറുപടി ഞാൻ ഇരട്ടിയായിട്ടും തരും. എന്നാ മോള് ഫോൺ വെക്കല്ലേ. ഇതും പറഞ്ഞ് ആമി ഫോൺ കട്ട് ചെയ്തു. ഒരു നിമിഷം മീനു അങ്ങനെ അങ്ങിരുന്നു. ഈ ഭാഗം ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത ഭാഗം ഉടൻ വരും.